കുറച്ച് നേരത്തെ കത്തിയടിക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് പൊന്നൂസിന്റെ ജ്യൂസ് അടിക്കലായിരുന്നു ഗൈസ്. ചെക്കൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇവൻ എന്തുവാ ഈ ചെയ്യുന്നതെന്ന് പിന്നാമ്പുറത്തിരുന്ന് കഥ പറയുകയാണ് ഞാൻ. അല്ലെങ്കിലും ജ്യൂസ് അടിക്കുന്ന കാര്യത്തിൽ അപ്പവും പൊന്നൂസും വേറെ ലെവലാണ് ഗൈസ്. വലിയൊരു കഷ്ണം പപ്പായ ഉണ്ടായതാ, പക്ഷെ അമ്മമ്മ ജ്യൂസ് അടിക്കാൻ വേണ്ടി തന്നത് ഇത്രമാത്രം. ബാക്കി എവിടെയെന്ന് വെച്ചപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുക, നാളത്തേക്കാണ് അത്ര. ഇതൊന്നും തികയില്ല പ്രേമോ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി പപ്പായ എടുക്കാൻ വേണ്ടി അമ്മമ്മ പോയിരിക്കുകയാണ്. ഇങ്ങനെ പഞ്ചസാര ഇടുകയാണെങ്കിൽ നാളെ രാവിലെ വരെ ആവും എന്ന് പറഞ്ഞിട്ട് ഇതാ സ്പൂൺ കാണിച്ചിട്ടാണ് പൊന്നൂസ്. ഇത്രയും കുഞ്ഞു സ്പൂണായിരുന്നു, അപ്പോൾ വലിയൊരു സ്പൂൺ എടുത്തിട്ട് ഇവൻ ഇതാ പഞ്ചസാര വാരിക്കോരി ഇടുന്നുണ്ട്. പൊന്നൂസിന്റെ പിന്നാമ്പുറത്ത് അമ്മമ്മ എന്താ ഈ ഒളിച്ചുകളി നടത്തുന്നതല്ലേ? അമ്മമ്മ പല്ലഴിച്ചു വെച്ചതാണ്. അമ്മമ്മ പല്ലഴിച്ചു വെച്ചേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ അമ്മമ്മേനാണോ ചോദിക്കുന്നത്, അമ്മമ്മ ചിക്കനാണോ ചോദിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഗൈസ്. അപ്പോഴും ഇത് അവിടെ തകൃതിയായിട്ട് ജ്യൂസിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പായ നല്ല പഴുത്ത പപ്പായായിരുന്നു, നല്ല മധുരമുള്ള പപ്പായായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മൂപ്പര് നന്നായി മധുരം എടുത്തിട്ടുണ്ട്, നല്ല മധുരം ഉണ്ടായിരുന്നു ഗൈസ്. മൊത്തത്തിലൊരു പഞ്ചാരമയമായിരുന്നു ജ്യൂസും ഉണ്ടാക്കുന്നവരും. ഓക്കെ, ഒടുവിൽ കിട്ടി സംഭവം, കൈ കിട്ടി. ജ്യൂസ് അടിപൊളിയായിരുന്നു, കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പക്ഷെ മധുരം എനിക്ക് ഇഷ്ടമാണ്, ഇവിടെ ഉള്ള എല്ലാവർക്കും ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ ഞാൻ അത് ആവോളം ആസ്വദിച്ച് കുടിച്ചു. 1.5 ഗ്ലാസ് അകത്താക്കി കിടന്നു.